ഒരു വൻ തോൽവിയാണെന്ന് പാകിസ്ഥാൻ അടിക്കടി നമ്മളെ ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വൻ തോൽവി. അസീം മുനീറിന് പല നാളുകളിൽ അപമാനം ഏൽക്കേണ്ടി വന്നു. ഇതാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വലിയൊരു അപമാനം ഏൽക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകും മുമ്പ് വലിയൊരു അവകാശവാദം പാകിസ്ഥാനിലെ ഒരു MP ഉന്നയിച്ചിരിക്കുന്നു. അതായത് 2026 നവംബർ ആകുമ്പോഴത്തേക്കും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാജ്യം, ഏക സമ്പന്നമായിട്ടുള്ള രാജ്യം പാകിസ്ഥാനായിരിക്കും. ഈ ഫലിതത്തിന് ട്രോളിട്ടുകൊണ്ട് മടുത്ത് പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ. സ്വയം ഒരു ഹാസ്യ കഥാപാത്രമായിട്ട് മാറുകയും ചെയ്യുകയാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ രാഷ്ട്രം, ഭീകര രാഷ്ട്രം. ഈ അന്താരാഷ്ട്ര സമാധാന സുരക്ഷാ വെല്ലുവിളികളെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് ഒരു വലിയ ചർച്ച ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് വിവിധ രാജ്യങ്ങളിലെ രാജ്യത്തലവന്മാർ, സൈനിക മേധാവികളൊക്കെ എത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായിട്ടുള്ള ഫീൽഡ് മാർഷൽ അസീം മുനീറും അവിടെ എത്തി. സ്വാഭാവികമായിട്ടും ഈ മീറ്റിംഗ് നടക്കുന്ന വേദിയിലേക്കൊക്കെ പോകണം. ആ പോകുന്ന വഴിക്ക് അസീം മുനീർ പോകുമ്പോൾ കൂടെ അംഗരക്ഷകരായിട്ടുള്ള ഉദ്യോഗസ്ഥരും കാണും. മുന്നിൽ പോകുന്ന അസീം മുനീറിനെ അവിടുത്തെ ഒരു വനിതാ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, വേർ ഇസ് യുവർ ID? നിങ്ങൾ ആരാണെന്ന് അറിയണമെങ്കിൽ ഒരു ID കാർഡ് വേണമല്ലോ. ഒന്നുകിൽ ആ ID കാർഡ് ഇട്ട് തിരിഞ്ഞു പോയിരിക്കാം, അല്ലെങ്കിൽ ID കാർഡ് ധരിച്ചില്ലായിരിക്കാം. എന്തായാലും വനിതാ പോലീസ് അസീം മുനീറിനെ തടഞ്ഞു നിർത്തി എന്ന് പറയുന്നത് വലിയ അപമാനമായി പോയി. മാത്രമല്ല, അസീം മുനീറിന്റെ ID എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ജർമ്മനിയിലെ ഉദ്യോഗസ്ഥയ്ക്ക് പാകിസ്ഥാനിലെ ഒരു ഉദ്യോഗസ്ഥനെ അറിയണമെന്നില്ല. പക്ഷേ അസീം മുനീറിന്റെ ചിന്ത എന്താ? താൻ ഫീൽഡ് മാർഷൽ എന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ്. ലോക രാജ്യങ്ങൾ മുഴുവൻ ഫീൽഡ് മാർഷൽ പദവി കിട്ടിയതോടെ തന്നെ തിരിച്ചറിയുമെന്നാണ്. അങ്ങനെ ഇല്ലാത്ത ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥ, അല്ലാതെ അവിടുത്തെ തലപ്പത്തിരിക്കുന്ന ഒരാളൊന്നും അല്ല. തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങളുടെ ID കാർഡ് കാണിച്ചിട്ട് പോകും. അപ്പം ഉടനെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പട്ടാള ഉദ്യോഗസ്ഥർ വന്നിട്ട് ഈ പറയുന്ന അസീം മുനീറിന്റെ ID കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാണിച്ചു കൊടുത്തതിന് ശേഷം പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ പ്രോട്ടോക്കോളാണ്. അതായത് നിങ്ങളുടെ ID കാണിച്ചെങ്കിൽ മാത്രമേ അകത്തേക്ക് കയറാൻ കഴിയൂ. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ പോകുന്നെങ്കിൽ ആരെങ്കിലും തടഞ്ഞു നിർത്തുമായിരുന്നോ? അല്ലെങ്കിൽ നമ്മുടെ അജിത് ഡോവലാണ് പോകുന്നെങ്കിൽ തടഞ്ഞു നിർത്തുമായിരുന്നോ? ഇനി അമേരിക്കയിലെയോ റഷ്യയിലെയോ ചൈനയിലെയോ ഒക്കെ ഭരണാധികാരികളാണെങ്കിൽ പോകുമ്പോൾ തടഞ്ഞു നിർത്തുമോ? അപ്പോൾ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്ന ആളെന്നാണ് അസീം മുനീർ ധരിച്ചു വശായിരിക്കുന്നത്. പലതവണ ഡൊണാൾഡ് ട്രംപ് ഈ അസീം മുനീറിനെ സ്വന്തം രാജ്യത്തേക്ക് വിളിച്ചു വരുത്തുന്നു, വൈറ്റ് ഹൗസിൽ ട്രീറ്റ് ഒക്കെ കൊടുക്കുന്നു. ഈ ട്രീറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞതോടുകൂടി ലോക രാജ്യങ്ങൾ മുഴുവൻ തന്നെ ഉറ്റുനോക്കുന്നു എന്നൊരു മിഥ്യാധാരണ അസീം മുനീറുണ്ട്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അസീം മുനീർ എന്ന് പറയുന്ന ഭരണാധികാരിയെ ലോകത്തെ പ്രധാനപ്പെട്ട ആളുകൾക്കൊന്നും തന്നെ തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല. ഇയാൾ ആരാണെന്നറിയില്ല. നിങ്ങളുടെ ID കാർഡ് ഉപയോഗിക്കൂ, നിങ്ങളുടെ ID കാർഡ് എവിടെയെന്ന് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥയ്ക്ക് ചോദിക്കേണ്ടി വരുന്നെങ്കിൽ അത്രയും ഉയർന്ന പദവിയിലിരിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പാകിസ്ഥാന്റെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന അസീം മുനീറിന് ഇതാണ് അവസ്ഥയെങ്കിൽ പാകിസ്ഥാനിലെ സാധാരണക്കാരുടെ ജനങ്ങളുടെ അവസ്ഥ എന്താ? അവിടുത്തെ ജനങ്ങൾ ചിന്തിക്കുക. ഇപ്പം ഇത് മാത്രമാണോ പ്രശ്നം ചോദിക്കും? അല്ല. അടുത്ത പ്രശ്നമുണ്ട്. ഇപ്പോൾ ബലൂചിസ്ഥാനിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സായുധ വിഭാഗം അവിടെ വലിയ സായുധ വിപ്ലവമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടേക്ക് കടന്നു വന്ന പാകിസ്ഥാൻ പട്ടാളത്തെ ഇവർ ബന്ദികളാക്കി. 7 പട്ടാളക്കാരെ ബന്ദികളാക്കിയിട്ട് പാക് ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയാണ്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുമായി ബന്ധപ്പെട്ട കുറേയധികം ആളുകളെ പാക് ഭരണകൂടം പിടികൂടി ജയിലിൽ അടച്ചിട്ടുണ്ട്. അവരെ നിങ്ങൾ തുറന്നു വിടണം. അവരെ സ്വതന്ത്രരാക്കിയില്ലെങ്കിൽ ഈ 7 പട്ടാളക്കാരെ ഞങ്ങൾ പരസ്യമായിട്ട് കെട്ടിത്തൂക്കുമെന്ന്. ആലോചിച്ച് നോക്കും, ഒരു ഭരണകൂടത്തോട് സായുധ വിപ്ലവം നടത്തുന്ന ആളുകൾ വെല്ലുവിളിക്കുകയാണ്. ഈ BLA അത്ര ചെറുതായിട്ട് കാണാനും പറ്റില്ല. കാരണം 80 പട്ടാളക്കാരെ ഒറ്റയടിക്ക് കൊന്ന ആൾക്കാരാണ് വരെ. അതെ, 80 പട്ടാളക്കാർ, പാകിസ്ഥാൻ പട്ടാളക്കാർ ഒറ്റയടിക്ക് കൊന്ന അവിടെ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച പോരാളികളാണ് അവർ. ഇപ്പോഴും ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കയ്യിലിരിക്കുന്ന ആധുനിക ആയുധങ്ങളാണ്. അവരുടെ കയ്യിലിരിക്കുന്ന ജാക്കറ്റുകൾ, ബുള്ളറ്റ് പ്രൂഫുകൾ, ഇതൊക്കെ തന്നെ പുതിയതാണ്. എന്ന് വെച്ചാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള. ഇത് എവിടെ നിന്ന് കിട്ടി? അവരുടെ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫ് പാർലമെന്റിൽ പ്രസംഗം നടത്തിയിട്ട് പറയുകയാണ്, നമ്മുടെ സൈന്യം, പാക് സൈന്യം എന്ന് പറയുന്നത് ഹാൻഡിക്യാപ്ഡാണ്. ഈ ബലൂചിസ്ഥാനികളുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ആധുനിക ആയുധങ്ങളാണ്. അവർക്ക് ഇത്രയും നവീന ആയുധങ്ങൾ എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്നത് പരോക്ഷമായി ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബലൂചിസ്ഥാനിൽ പറഞ്ഞ റൈഫിൾസ്, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള റൈഫിൾസ് അവരുടെ കയ്യിലുണ്ട്. അതുകൂടാതെ നൈട്രജൻ ആയുധങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയില്ല, വാസ്തവം പറഞ്ഞാൽ അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടുകയാണ് അദ്ദേഹം അന്ന് ചെയ്തത്.
അപ്പോൾ ഇത്തരത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു MP പറയാണ് ലോകത്തെ ഏക സമ്പന്ന രാജ്യം, അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമാണ് സമ്പന്ന രാജ്യം എന്ന് പറയുമ്പോൾ നിലവിൽ പാക് പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ്, സൈനിക മേധാവിയായ അസീം മുനീർ പറയുന്നു ഞങ്ങൾ ഇത്രയും നാൾ പല രാജ്യങ്ങളിൽ പണം കടം മേടിച്ചിരുന്നു, പക്ഷെ ഇനി കടം മേടിക്കാൻ പറ്റില്ല, ഇനി എയ്ഡ് വേണം എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കണം, അത് കടമൊന്നുമല്ല, തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല, പൈസ ഇല്ല. അപ്പൊ ഞങ്ങൾ പല രാജ്യത്തും ചെന്ന് തെണ്ടിയിട്ടാണ് ഈ പണം കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ തീറ്റിപ്പോറ്റുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ സൈനിക മേധാവിയോ ഒന്നും തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല നിൽക്കുന്നത്, അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അമേരിക്കയാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ ആ യുദ്ധം തീർത്തത്. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം കൊടുക്കണം. ആരാ റെക്കമെൻഡ് ചെയ്യുന്നത്? പാകിസ്ഥാൻ. ഇതെല്ലാം ചെയ്തിട്ടും പാകിസ്ഥാൻ അമേരിക്കയെ തള്ളിക്കളയാണ്. അപ്പോൾ പാകിസ്ഥാനിൽ പറയാണ് ഇപ്പൊ ടോയ്ലറ്റ് പേപ്പർ പോലെയാണ് US നമ്മളെ ഉപയോഗിച്ചത്, അത് യൂസ് ആൻഡ് ത്രോ ആയിരുന്നു. അപ്പൊ ഇപ്പോ ഇന്ത്യക്ക് 18% കാര്യം ഇതാണ് പറ്റി ചോദിച്ചു. അതായത് ഇന്ത്യ അവര് 18% അവിടെ 19% ചുങ്കം. അതുകൊണ്ട് തന്നെ അസീം മുനീർ തന്നെ പറഞ്ഞു നമ്മള് അങ്ങേർക്ക് നൊബേൽ സമ്മാനത്തിന് അർഹനാണെന്ന് പറഞ്ഞ് നമ്മൾ നാമനിർദ്ദേശം കൊടുത്തു. എന്നിട്ട് ഇന്ത്യയും നമ്മളും തമ്മിലുള്ള യുദ്ധം നിർത്തിയത് ഡൊണാൾഡ് ട്രംപാന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയൊക്കെ കള്ളം പറഞ്ഞിട്ടും അവർ നമുക്ക് 19%. എന്നാൽ ഇതൊന്നും പറയാതിരുന്ന തൻ്റെ ഇടമായിട്ട് നിന്ന ഇന്ത്യക്ക് 18%, 1% നമ്മളെക്കാൾ കുറവ്. ഇതെന്തൊരു ചതിയായി പോയെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കള്ളം. ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം നിർത്തിയത് ട്രംപ്, കള്ളം. നൊബേൽ സമ്മാനത്തിന് അർഹനാണ്, കള്ളം. ഈ കള്ളമെല്ലാം പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇപ്പോൾ GDPയുടെ ഏതാണ്ട് 4-3%, അതായത് 75% കടക്കെണിയിലാണ് പാകിസ്ഥാൻ. മാത്രമല്ല ഇപ്പോൾ ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയാണ് തങ്ങളുടെ ഏറ്റവും വലിയ ബിസിനസ് പാർട്ണർ എന്നും അമേരിക്ക പറഞ്ഞു. അതായത് ഇന്ത്യയെ കൂടാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. പാകിസ്ഥാനോടെയൊക്കെ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ ഇന്ത്യക്ക് കൊടുക്കുന്ന കരുതൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ തയ്യാറല്ല എന്ന് പറയുന്നു. മാത്രമല്ല ലോകത്തിലെ 4ാമത്തെ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം അല്ലെങ്കിൽ വ്യാപാര കരാറിൽ ഏർപ്പെടേണ്ടത് അമേരിക്കയുടെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ജനിതക മാറ്റം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങളൊന്നും വേണ്ട എന്ന നിലപാടെടുത്തത്. നമ്മുടെ കർഷകരുടെ നട്ടലൊടിക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കില്ല. അമേരിക്കയ്ക്ക് അതിന് വഴങ്ങേണ്ടി വന്നു. ഇപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങൾ ചോദിക്കുന്നത് സത്യത്തിൽ നമ്മൾ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എല്ലാം ഇപ്പോഴും ഇന്ത്യയുടെ തോളെ കൈയിട്ട് നിൽക്കാനായിട്ട് ട്രംപ് ശ്രമിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപ് എതിരായി നിന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കുന്നു. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത കിട്ടുന്നില്ല. അപ്പോഴാണ് ഒരു MP വന്നിച്ച് നമ്മൾ ലോകത്തിലെ സമ്പന്ന രാജ്യമാകുമെന്ന് പറയുന്നു. നിലവിൽ അവിടെ എങ്ങനെയാണെന്നറിയാം സമ്പന്നമാവുന്നത്. ഈ മാസം ഒരു തീരുമാനമാകും അണുബോംബിന്റെ കാര്യത്തിൽ. അണുബോംബ് ലേലത്തിനങ്ങ് വിൽക്കുക. അപ്പോൾ നമുക്ക് നല്ലപോലെ ലോകത്തിലെ ഏറ്റവും സമ്പന്നരാകുന്ന സൗദി അറേബ്യ എത്ര പണം വേണമെങ്കിലും കൊടുക്കും. കാരണം സൗദി അറേബ്യക്ക് നല്ല കടം കൊടുക്കാനുണ്ട്. ജന്മത്ത് കൊടുത്തു തീർക്കാൻ പറ്റാത്ത വിധം കടമുണ്ട്. അതിന് പകരം അണുബോംബം കൊടുത്താൽ മതി, പൈസ ഇങ്ങോട്ട് കിട്ടും. അത് കണക്കൂട്ടലായിരിക്കും അവർ പറയും. അതെ, പക്ഷേ എങ്ങനെ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും? കാരണം ജീവിതം ദുസ്സഹമായി പോകാനുള്ള കാരണം ഇപ്പോൾ ഇന്ത്യ ചെനാബ് നദി, ജമ്മു കാശ്മീരിന് സമീപത്തുള്ള ചെനാബ് എന്ന് പറയുന്ന നദിയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നു. ഈ അണക്കെട്ട് നിർമ്മിച്ചാൽ പിന്നീട് ഇന്ത്യക്ക് ആവശ്യമുള്ള സമയത്ത് വെള്ളം തുറന്നു വിടാനും ശേഖരിച്ചു വെക്കാനും കഴിയും. അങ്ങനെയാണെങ്കിൽ സിന്ധുവിലെ ഒഴുക്ക് കുറയും. ഈ ഒഴുക്ക് കുറഞ്ഞാൽ പഞ്ചാബ് സിന്ധു മേഖലയിലെ കാർഷിക മേഖല ഏതാണ്ട് പൂർണ്ണമായിട്ടും വറ്റി വരണം. അങ്ങനെ വറ്റി വരണ്ടു കഴിഞ്ഞാൽ കൃഷിയിടങ്ങളിൽ നിൽക്കുന്ന പണിക്കാരായ സാധാരണക്കാർ ഇസ്ലാമാബാദിലേക്ക് കൂട്ടത്തോടെ ചെല്ലും. എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും? അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതിന് പരിഹാരം കാണാൻ കഴിയാത്ത ഒരു ഭരണകൂടമാണ് പാകിസ്ഥാനുള്ളത്. ഇങ്ങനെയുള്ള പാകിസ്ഥാനിൽ എത്ര കാലം ഈ ഭരണാധികാരികൾക്ക് പിടിച്ചേക്കാൻ പറ്റും? പിടിച്ചേർക്കാൻ പ്രയാസമാണ്. കാരണം കടക്കണിയിലാണ്. ലോകബാങ്ക് നോക്കി ഇതെങ്ങനെ ഈ കടം ഇവർ വീട്ടാൻ പറ്റും എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ കടത്തിൻ്റെ അപേക്ഷ ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. മൈക്രോ ലെവലിലുള്ള ചില സഹായങ്ങൾ കൊണ്ട് മാത്രമാണ് ആ രാജ്യം ഇന്ന് ജീവിക്കുന്നതെന്നുള്ളതാണ്. അവിടെ കലാപം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം ഇസ്ലാമിക ബന്ധനം, എല്ലാം ഇസ്ലാമാണ് എന്നുള്ള ഒരു സങ്കല്പവും ഒക്കെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാം അല്ലെങ്കിൽ അള്ളാഹ് നമുക്കെല്ലാം തരുമെന്നൊരു വിശ്വാസത്തിലേക്ക് ജനങ്ങൾ. പക്ഷേ പട്ടിണി കിടന്ന് കുറേ നാളായി കഴിയുമ്പോൾ, മരുന്നിന് പണമില്ലാതെ വരുമ്പോൾ ഈ മനഃശാസ്ത്രമൊക്കെ അങ്ങ് മാറും. വിപ്ലവകാരികളാവും. ഇറാനിലെ പോലെ തെരുവിൽ ഇറങ്ങേണ്ടി വരും അവിടുത്തെ ആൾക്കാർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. വരാതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അയൽപക്കമായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ 2 കഷ്ണം എന്നുള്ളത് ഇപ്പോൾ 4 കഷ്ണങ്ങളായിട്ട് മാറുന്ന ലക്ഷണത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്.